നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വിസിബിലിറ്റിനെ പറ്റി പറയാനാണ്. അതായത് എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, അതായത് നമുക്ക് വിസിബിൾ ആവാം, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് 4 മെത്തേഡ്സ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ആൻഡ് വെബ്സൈറ്റ്. ഇതിനകത്ത് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു റീൽ തന്നെ. നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ട് മുഖം കാണിക്കാണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാം. നമ്മൾ നിർബന്ധമായിട്ടും ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം കേട്ടോ. അത് സ്വന്തം പേരിൽ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം. എങ്കിൽ മാത്രമാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ പേരിൽ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് ID വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലീഗലി അത് പോകുമ്പോൾ നമുക്ക് ID വെരിഫിക്കേഷൻ വരും, GSTയും കാര്യങ്ങളൊക്കെ കയറി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വ്യക്തി നടത്തിയാൽ മാത്രമാണ് അതിൽ വെരിഫൈ കിട്ടുള്ളൂ. ഇപ്പോൾ അതേസമയം സ്ഥാപനത്തിൻ്റെ പേരിലാണ് നമുക്ക് ID വെരിഫിക്കേഷൻ വെക്കാൻ പറ്റില്ല. ID വെരിഫിക്കേഷനും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ നമുക്ക് പാൻ കാർഡും കാര്യങ്ങളൊക്കെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രൂഫും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിൻ്റെ റൂൾ പ്രകാരം ഒരു വ്യക്തിക്ക് മാത്രമാണ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുന്നതാണ്. അതൊരു സ്ഥാപനത്തിൻ്റെ പേരിലായിക്കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അതുകൂടാണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന മറ്റൊരു അബദ്ധം കൂടിയാണ്, ഒരു സ്വന്തം പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പേഴ്സണൽ അക്കൗണ്ടിന് തുടങ്ങിയിട്ട് അതിൻ്റെ അണ്ടറിൽ പേജ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ തുടങ്ങിയേക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ആയിട്ട്, അതായത് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജെന്യുവിൻ ആയിട്ടാണ് ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാനായിട്ട് റീൽസ് കാണാനും അതുപോലെ കാണാനും സ്മൂത്ത് ആയിട്ടൊരു പ്ലാറ്റ്ഫോം അല്ല. ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ബ്ലോക്കും കാര്യങ്ങളും വരും. ഫേസ്ബുക്ക് പരസ്യം ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ ഇത് സ്വന്തമായിട്ട് സീനത്ത് നൂറുദ്ദീൻ എന്നുള്ളൊരു പേരിനകത്തുള്ളൊരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തായിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ ID വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫേസ്ബുക്കിൽ എങ്ങനെ പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബിസിനസ് പേജാണ് വേണ്ടത്. നമുക്ക് പേഴ്സണൽ പേജായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പേഴ്സണൽ പേജ് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. ഈ ഒരു ID ഉണ്ടല്ലോ, ഇതിനകത്ത് സീ മോർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് പേജസ് എന്ന് കാണിക്കും. കണ്ടില്ലേ, പേജസ് എന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ന്യൂ പേജ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പേജ് കൊടുക്കാൻ പറ്റും. അത് പേഴ്സണൽ പേജാണ്. അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിലവിൽ അങ്ങനെ പേജുള്ളവർ കുറേ പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ശരിക്കും വേണ്ടത് ബിസിനസ് പേജാണ്. ഇനിയിപ്പോൾ ബിസിനസ് പേജ് ഇല്ല, ഓൾറെഡി നമ്മളങ്ങനെ പേജ് സ്ഥാപനത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊടുത്തു പോയി, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതോർത്ത് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ആ പേജിലും പരസ്യം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബിസിനസ് പേജാണ് ഈ ഒരു ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. നേരത്തെ പേജ് ഉള്ളവർക്കും കുഴപ്പമില്ല. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്ത് business.facebook.com ഈ ഒരു അക്കൗണ്ടിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രീൻ തരും. ആ സ്ക്രീനകത്ത് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പേരാണോ നമ്മൾ കമ്പനിക്ക് ഇടാൻ നോക്കണത്, ബ്രാൻഡിന് ഇടാൻ നോക്കണം, ആ പേര് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു കൊടുക്കാൻ. നമുക്ക് അതിനകത്തേക്ക് പോവാം. കിഡൂര ഇമെയിൽ ID അടിച്ചാണ്. സബ്മിറ്റ് കൊടുക്കണം. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഫേസ്ബുക്കിനകത്ത് ബിസിനസ് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇമെയിൽ ID കൺഫേം ചെയ്യാനാണ് പറയണത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ID ലോഗിൻ കൺഫർമേഷൻ കൊടുക്കാം. ഇവിടെ ബിസിനസ് മെയിൽ വന്ന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൺഫേം പഠിക്കാം. കൺഫേം നൗ. അങ്ങനെ നമ്മുടെ ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നതാണ്, ഇവിടെ വെച്ചാണ് നമ്മൾ ഫേസ്ബുക്കിനകത്ത് പരസ്യം ചെയ്യുന്നതും അഡ്വർടൈസിങ് കാര്യങ്ങൾ റൺ ചെയ്യാന്നുള്ളത് ഈ ഒരു അക്കൗണ്ടിലാട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഐക്കൺ കിട്ടും. നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക, ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും കിട്ടുക. അതിനകത്ത് ഇവിടെ സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സിൽ ചെന്നാൽ മതി കേട്ടോ. സെറ്റിങ്സിൽ ചെല്ലുമ്പോൾ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിനകത്ത് നമുക്ക് ഇവിടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആഡ് അക്കൗണ്ട്, അതായത് പരസ്യം ചെയ്യാനുള്ള അക്കൗണ്ട്, പേജുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് പേജ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ജസ്റ്റ് എവിടെയെങ്കിലും ആഡ് കൊടുക്കാം. അതിനകത്ത് ക്രിയേറ്റ് ന്യൂ പേജ്, ഇവിടെ ആഡ് എക്സിസ്റ്റിംഗ് ഫേസ്ബുക്ക് പേജ് എന്നുണ്ട്. അതായത് നിലവിലുള്ള പേജിനെ നമുക്ക് ബിസിനസ് പേജ് ആക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് എക്സിസ്റ്റിംഗ് ഫേസ്ബുക്ക് പേജ് എന്ന് കൊടുത്തിട്ട് ആ ഒരു പേജ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. നമുക്കിവിടെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണതാണ്. നിലവിലുള്ളവരുടെ കേസായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് പേജിൻ്റെ പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് കിഡൂര എന്ന് കൊടുക്കാണ്. ഇവിടെ കിഡൂര എന്ന് പറയുന്നത് ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. അപ്പോൾ ക്ലോത്തിങ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ക്ലോത്തിങ് ഷോപ്പ്. ഓക്കെ, ക്ലോത്തിങ് ഷോപ്പ് എടുത്ത് ബയോ വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇതിനകത്ത് ഈ എഗ്രി കൊടുത്തിട്ട് ക്രിയേറ്റ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് വരും. നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കിഡൂരയുടെ പേജ്. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുവഴി കയറാം. ബിസിനസ് പേജാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റിങ്സിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഫേസ്ബുക്കിൽ വന്നിട്ട് ഫേസ്ബുക്കിനകത്ത് ഇതിനകത്ത് തന്നെ പേജസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് പേജസിന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും കിഡൂര എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്നിട്ട് സീ ഓൾ പ്രൊഫൈൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയും എടുക്കുന്നുണ്ടാവും കിഡൂര എന്നുള്ളൊരു പേജ്. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ സെറ്റിങ്സിലേക്ക് പോട്ടെ. അപ്പോൾ വ്യൂ ഓൺ ഫേസ്ബുക്ക് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ആ പേജ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പേജിനകത്ത് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കയറി വരും. ഓക്കെ, നമുക്കപ്പോൾ ഈ പേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ലോഗോ കൊടുക്കാനായിട്ട് അപ്ലോഡ് ഫോട്ടോ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലോഗോയും ഇതും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. കവർ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാൻവയിൽ പോയിട്ട് ഫേസ്ബുക്ക് കവർ ഫോട്ടോ എന്ന് അടിച്ചെടുത്തതിന് കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് എഡിറ്റും കാര്യങ്ങളും ചെയ്ത് കവർ ഫോട്ടോ സെറ്റ് ചെയ്യാം. അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വാട്സപ്പ് നമ്പർ ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു OTP കോഡ് വരും. OTP കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പ് നമ്പറായിട്ട് കണക്ട് ചെയ്യും. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ലിങ്ക് യുവർ വാട്സപ്പ് നമ്പർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ വാട്സപ്പ് നമ്പർ അടിച്ചു കൊടുക്കാം. അങ്ങനെ വാട്സപ്പ് നമ്പർ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇവിടെ വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ട്. ആ കോഡ് അടിച്ചു കൊടുത്തപ്പോൾ വാട്സപ്പ് നമ്പർ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് അല്ല വേണ്ടത്, ഇൻസ്റ്റാഗ്രാമിന് ഒരു അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. ഫേസ്ബുക്ക് പോലെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ പേജായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബ്രാൻഡിന് വേണ്ടി ഇപ്പോൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് പ്രൊഫൈൽ നമ്മളപ്പോൾ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ഉള്ളവരായിരിക്കും ഒരുവിധം എല്ലാ ആളുകളും. ഇൻ കേസ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് പോലെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നല്ല തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാമിന് അതായത് ബ്രാൻഡിൻ്റെ പേരിലും തന്നെയായിരിക്കണം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക. സാധാരണ നമ്മുടെ ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ചൊരു സെറ്റിങ്സ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പ്രൊഫൈലും ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റയിൽ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുക്കണം. ലോഗോ ഞാൻ കൊടുത്തു. നമ്മൾ ഇതിനകത്ത് ഇനി ചെയ്യേണ്ട മെയിൻ സെറ്റിങ്സ്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ള അക്കൗണ്ട്, അത് ഇൻസ്റ്റാഗ്രാം ഉള്ള അക്കൗണ്ടും ഇനിയിപ്പോൾ ഇൻ കേസ് തുടങ്ങിയ ആൾക്കാരാണെങ്കിലും ചെയ്യേണ്ട ഒരു വലിയൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത് മോർ വരാം. അതിനകത്ത് നമ്മുടെ സെറ്റിങ്സ്, കിഡൂരയിൽ തന്നെ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിനകത്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ഇനിയിപ്പോൾ ഫോണിലാണെങ്കിൽ തന്നെയും ഇങ്ങനൊരു ഇതിനകത്തായിരിക്കും വരിക. അതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് ഇതിനകത്ത് ചെല്ലാം. അതിനകത്ത് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടായിരിക്കും പലരും തുടങ്ങിയിട്ടുണ്ടാവുക. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക എങ്കിൽ മാത്രമാണ് നമുക്ക് പരസ്യങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, ക്രിയേറ്റർന്നോ ബിസിനസ്ന്നോ ഏതാണ് നമ്മൾ ബിസിനസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബിസിനസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഏതിൻ്റെയാണ് ഷോപ്പിംഗ് ആൻഡ് റീറ്റെയിൽ കൊടുക്കുക, ഡൺ അടിക്കുക. ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നമ്മളൊരു ബിസിനസ് നമ്പർ നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്കിതായിട്ട് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കുറേ സെറ്റിങ്സ് ഉണ്ട്. ബയോ കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ബയോ ഉണ്ടല്ലോ, ChatGPT വഴി ജനറേറ്റ് ചെയ്ത് അതിവിടെ കൊടുക്കാൻ പറ്റും നമുക്ക്.
അത് കൊടുക്കുക. അതേപോലെ തന്നെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിൽ പ്രിഫർ നോട്ട് ടു സേ അങ്ങനെ ബ്രാൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് സെറ്റിങ്സ് ഇല്ല. ഇതിനകത്ത് വരുന്ന അടുത്തൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ business.facebook.com പറയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഫസ്റ്റ് തന്നെ. അതായത് പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുക ഇതിനകത്ത്. അതായത് business.facebook.com ഈ ഒരു ലിങ്കിൽ വരുമ്പോൾ നിങ്ങളുടെ പേജ്, അതായത് നിങ്ങളുടെ പേജ് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് പേജ് ഇല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. കണ്ടില്ലേ ഇവിടെ പേജ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ കണ്ടില്ലേ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അതായത് ഇങ്ങനെയാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും നമ്മൾ കണക്ട് ചെയ്യുക. ലോഗിൻ ഇൻ ടു ഇൻസ്റ്റഗ്രാം കണ്ടിന്യൂ കൊടുക്കാം. ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാഗ്രാം ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് നമ്മൾ കണക്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അതായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ലോഗിൻ കൊടുക്കാം. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് കണക്റ്റഡ് അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമും ഇതിനകത്ത് കണക്ട് ചെയ്താണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഈ 4 സെറ്റിങ്സിൽ ഈ 3 എണ്ണത്തിലാണ് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇനി ക്രിയേറ്റ് ഒരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റയിലും, അതായത് ഇപ്പോൾ കിഡ്ഡൂരയുടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രിയേറ്റ് ഒരു പോസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമും വഴി ഒരുമിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആഡൊക്കെ റൺ ചെയ്യുന്ന സമയത്തും ഒരുമിച്ചാണ് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോണിൽ ഇത് ചെയ്യാൻ പറ്റിയിരുന്നു. ഫോണിൽ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും, റെക്കമെൻഡേഷനായിട്ട് ചോദിക്കും, ഇൻസ്റ്റയിൽ അത് പോട്ടെന്ന് ചോദിക്കും. യെസ് അടിച്ചു കൊടുത്താൽ അങ്ങനെ പോകും. ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ തന്നെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുമ്പോൾ മൊബൈൽ വഴി ചെയ്യാം, പക്ഷെ എങ്കിൽ പോലും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഒരു 2 തരത്തിലുള്ള, മെയിനായിട്ട് 2 തരത്തിലുള്ള പരസ്യമാണ്. ഒന്ന് ഓർഗാനിക് ആയിട്ടും മറ്റൊന്ന് പെയ്ഡ് ആയിട്ടും. ഓർഗാനിക് ആണ് ഏറ്റവും നല്ലതെന്ന് പറയണം. പക്ഷെ ഓർഗാനിക്കിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട്, അതായത് സ്ഥിരമായിട്ടൊരു വരുമാനം എന്നുള്ളത് ഓർഗാനിക്കിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഇന്ന് നടന്ന് പക്ഷെ നാളത്തേക്ക് അത് ഉണ്ടാവാനില്ല എന്ന് തന്നെ പറയുന്നത്. അതായത് നമ്മൾ പൈസ മുടക്കിയിട്ടുള്ള ഒരു പരസ്യം കൊടുത്തതിന് നമുക്ക് ഉറപ്പുണ്ട് ഇത്ര സെയിൽസ്, എനിക്ക് ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ, 1000 മുടക്കി കഴിഞ്ഞാൽ എനിക്കൊരു 5000 രൂപയുടെ സെയിൽസ് കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ. അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്ത് പരസ്യം കൊടുത്താൽ നമ്മൾ സെയിൽസിലേക്ക് ഇടണം എന്നുള്ളതാണ്. പിന്നെ ഓർഗാനിക് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് വഴിയും റീൽസ് വഴിയൊക്കെയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറേ മെത്തേഡ്സ് ഉണ്ടല്ലോ. അതിനെപ്പറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ക്ലാസ് ഉണ്ട്. ഓർഗാനിക് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഓർഗാനിക് മെത്തേഡ് വഴിയാണ്. പക്ഷേ കൺസിസ്റ്റൻസി, ആ സ്ഥിര വരുമാനം വരുന്ന പെയ്ഡ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങി മാത്രമാണ് ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് റിവ്യൂസ്, കസ്റ്റമർ വാങ്ങിച്ച റിവ്യൂസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റീൽസ്, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യണത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കണത്, പ്രൊഡക്റ്റിൻ്റെ ആ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ കസ്റ്റമേഴ്സിന് കാണാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്, നമ്മുടെ സ്റ്റോറീസും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്താണ് നമുക്ക് അങ്ങനെയും സെയിൽസ് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുക. അതെന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ കൂടെ മാത്രമായിരിക്കും നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് സെറ്റിങ്സ് എന്നുള്ളൊരു ഇതുണ്ട്. സെറ്റിങ്സ് എടുക്കാം. business.facebook.com ഈ ഒരു പരസ്യം എന്ന് പറയുന്നത്. സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് ആഡ് അക്കൗണ്ട്സ്, ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ അതിനകത്ത് ആഡ് അക്കൗണ്ട് കൊടുക്കുക. ആഡ് അക്കൗണ്ടിനകത്ത് ആഡ് കൊടുക്കുക. അതിനകത്ത് ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട്. ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യത്തിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കിഡ്ഡൂരാന്ന് തന്നെ ഇതിൻ്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കുക, അത് കുഴപ്പമില്ല. ഏഷ്യ, നമ്മുടെ ഇന്ത്യൻ ടൈം ആണോ എന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ INR ആണോ എന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് INR ആണോ നോക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക.
ബിസിനസ് മൈ ബിസിനസ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഐ എഗ്രി അടിച്ചു കൊടുക്കുക. ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് കൊടുക്കുക. ഡൺ അടിച്ചു കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു പേജ് നടക്കുക. എന്നിട്ട് ഒരു ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആഡ് അക്കൗണ്ടിനകത്ത് ഓപ്പൺ ഇൻ ആഡ്സ് മാനേജർ ഉണ്ടല്ലോ. ഈ ആഡ്സ് മാനേജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരസ്യത്തിൻ്റെ പേജിനകത്തേക്ക് പോകും. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നിട്ട് ജസ്റ്റ് ഇത് ഫസ്റ്റത്തെ അക്കൗണ്ട് ആയതുകൊണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. കിഡൂര കൊടുക്കുക. അതായത് നമ്മുടെ പേജും കാര്യങ്ങളും അത് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. ഈ ഒരു പേജിനകത്ത് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി എന്താണെന്ന് ചോദിക്കും. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണെന്ന് വെച്ചാൽ പറയാം. നമ്മൾ പറയുകയാണ് ഇ കൊമേഴ്സ്, എനിക്ക് ഇ കൊമേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനകത്ത് ഇപ്പോൾ സ്കിപ്പ് അക്കൗണ്ട് സെറ്റപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. സ്കിപ്പ് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ലോഡ് ആവട്ടെ. ഇപ്പം നിങ്ങൾ ഇത്രയും സെഷൻ വന്നില്ലേ, അതായത് ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ്സ് മാനേജർ .facebook.com എന്ന് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിനകത്താണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നോ അടിച്ചു കൊടുത്താൽ മതിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് നോ അടിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പേയ്മെൻറ്റ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം റൺ ചെയ്യാനുള്ളൂ. അപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാം. ഇതിനകത്ത് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ UPI വെച്ചിട്ടും പേയ്മെൻറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതിനകത്ത് കാർഡ് ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 ബാങ്ക് മാത്രമാണ് ഫേസ്ബുക്ക് സ്വീകരിക്കുകയുള്ളൂ. ആക്സിസും ICICIയും. ഈ 2 ബാങ്കിൻ്റെ കാർഡ് മാത്രമാണ് ഫേസ്ബുക്കിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുള്ളവർക്ക് അങ്ങനെ എടുക്കാതാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പരസ്യത്തിന് ഒരു പോസ്റ്റ് പെയ്ഡ് ആയിട്ട്, അതായത് പരസ്യത്തിൻ്റെ എമൗണ്ട് വന്നതിന് ശേഷം അക്കൗണ്ടിൽ നിന്ന് വലിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാർഡ് കൊടുത്തതിന് അങ്ങനെ വരാൻ പറ്റും. ഇനി UPI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട്, അതായത് നേരത്തെ മുൻകൂട്ടി പൈസ ഇട്ടിട്ട് ആ പൈസക്ക് പരസ്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, കാർഡ് എന്ന് പറയുമ്പോൾ 2 കാർഡ് മാത്രമേ എടുക്കുകയുള്ളൂ. ഒന്ന് ആക്സിസും ICICIയും മാത്രമേ എടുക്കുകയുള്ളൂ. HDFC എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കൂടുതലും ആക്സിസും ICICIയും, വേറെ ബാങ്കൊന്നും നമ്മുടെ ഫെഡറൽ ബാങ്കും കാര്യങ്ങളൊന്നും എടുക്കൂല കേട്ടോ. അപ്പോൾ UPI ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫെഡറൽ ബാങ്ക്, SBI, കാനറ ഇതുപോലെയുള്ള ബാങ്കുകളൊന്നും എടുക്കില്ല. ഈ 2 ബാങ്ക് മാത്രം നിലവിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് UPI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങളുടെ UPIയുടെ ID ഉണ്ടെന്നുണ്ടെങ്കിൽ ID അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. GST നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ GST നമ്പർ കൊടുക്കാം. GST നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ GST നമ്പർ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ ബിസിനസിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം. ഇവിടെ യെസ് ഐ ആം ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് എന്ന് അടിച്ചു കൊടുക്കുക. സേവ് അടിക്കാം. ഏതൊരു ഇത് ഓക്കെ, ഈ ബോക്സ് ക്ലിക്ക് ചെയ്യണമെന്ന്. ഓക്കെ, സേവ് അടിക്കാം. ഇതിനകത്ത് നമുക്ക് 100 രൂപയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് 100 രൂപ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരുപാട് എമൗണ്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 100 രൂപയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നീട് പോകുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കയറ്റി വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ.
QR കോഡ് നമുക്കൊന്ന് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ UPയുടെ ഇത് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പൈസ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു പേജ്, അതായത് adsmanager.facebook.com, ഈ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ജസ്റ്റ് കയറാവുന്നതാണ്. അപ്പോൾ ഈ adsmanager.facebook.com എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വീണ്ടും ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ബാക്ക് അടിച്ച് പോയാലും മതി. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ക്യാമ്പയിൻ ഉണ്ട് അല്ലേ. തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, പ്രൊമോഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് വെച്ചാൽ പറയാം. അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേജ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരിക്കലും തുടക്കത്തിലേ കൊണ്ടുവന്ന് ലീഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആഡുകൾ കൊടുക്കാണ്ട് അവയർനെസ് ആഡ് കൊടുക്കുക. അതായത് നമ്മുടെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ള ഒരു ആഡാണ് അവയർനെസ് ആഡ് എന്ന് പറയുന്നത്. അവയർനെസ് ആഡ് കൊടുക്കുക. അതായത് നമ്മൾ നോട്ടീസ് ഇറക്കില്ല, പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നോട്ടീസ് ഇറക്കില്ല, അതന്നെ സംഭവം അവയർനെസ് ആഡ്. ട്രാഫിക് ആഡ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആഡ് എന്ന് പറയുന്നത് നമ്മുടെ പരസ്യത്തിന് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ വെബ്സൈറ്റിലേക്കോ കൊണ്ടുപോകുന്നത് ട്രാഫിക് ആഡാണ്. എൻഗേജ്മെന്റ് ആഡ് എന്ന് പറയുമ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴി നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാനും എൻഗേജ്മെന്റ് ആഡ് യൂസ് ചെയ്യാം. ലീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില അഡ്വർടൈസിങ് കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലേൺ മോർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫോം വരുന്നത് മനസ്സിലായില്ലേ. ലീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് അവരുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ പോകാൻ പറ്റുള്ളൂ. അത് ലീഡ് വഴിയാണ് പോകുന്നത്. പിന്നെ അതുപോലെ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെയിൽസിൽ വഴി, അതായത് ഡയറക്റ്റ് നമ്മൾ ആഡിനകത്ത്, അതായത് നമ്മളൊരു പരസ്യം കൊടുക്കണോ അതിനകത്ത് ഓർഡർ നൗ എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകണമെന്നില്ല, അത് സെയിൽസ് ആഡാണ്. അപ്പോൾ ഈ ആഡിനൊക്കെ പറ്റി ഡീറ്റെയിൽഡ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി പറഞ്ഞ് ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കാരണം ഫേസ്ബുക്ക് ആഡ് എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട ആഡുകൾ എന്ന് പറയുന്നത് ട്രാഫിക്കും അതുപോലെ തന്നെ സെയിൽസ് ആഡ്, ലീഡ്സ് ആഡ്, എൻഗേജ്മെന്റ് ആഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ആഡ് മാത്രമാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പരസ്യം കാണിട്ട് നിങ്ങൾക്ക് എങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അതാണ് ഞാൻ ഈ ഒരു സെഷനിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം മറ്റുള്ള വെബ്സൈറ്റ് വഴി പരസ്യം ചെയ്യുന്ന സെയിൽസ് ആഡാണ്. അപ്പോൾ അതായത് വെബ്സൈറ്റ് വഴി പരസ്യം ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിനും പൈസ കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പരസ്യം ഇട്ടതിന് വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പർച്ചേസ് ചെയ്യും. നമ്മൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും 10, 20, 30 ഓർഡർ വന്നെടുക്കുന്നത് കാണുന്നത്. അങ്ങനെ ഓട്ടോമേഷനിൽ ഇടുന്നത് സെയിൽസ് ആഡിലേക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആഡാണ്. അതായത് ഒരു കസ്റ്റമർ നിങ്ങളുടെ പരസ്യം കണ്ട് എങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് എൻഗേജ്മെന്റ് ആഡ് ജസ്റ്റ് പറയാം, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് എൻഗേജ്മെന്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കാട്ടോ, ഇതിനകത്ത് ശ്രദ്ധിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻഗേജ്മെന്റ് ആഡ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റിംഗ്സ് വരും. ഇതിനകത്ത് മാനുവൽ എൻഗേജ്മെന്റ് ആഡ്, അത് ക്ലിക്ക് ചെയ്യുക. മാനുവൽ എൻഗേജ്മെന്റ് ആഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ക്യാമ്പയിൻ്റെ പേര്, എന്ത് പേരാണ് നമുക്ക് കൊടുക്കാം, നമുക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്താലും മതി. ഇന്നത്തെ 29/1/2015 അപ്പം ഞാൻ അതിന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആടുന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് പേരാണ് വേണ്ടത് ആ പേര് കൊടുക്കണം. അത് നമുക്കൊന്ന് ഓർത്ത് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു പേജ്. ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും മാറ്റണ്ട. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് എൻഗേജ്മെന്റ് ആഡ് കൊടുക്കാം. എൻഗേജ്മെന്റ് ആഡിന് ജസ്റ്റ് ഈ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫേസ്ബുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പേജ് ആ പേജ് തന്നെയാണോ നോക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പേജ് ഉള്ളെങ്കിൽ ആ പേജ് ഏതാണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു പേജ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു പേജ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് കൊടുക്കുക. അതിനകത്ത് ഞാൻ കൊടുക്കുന്നത് വാട്സപ്പ്, നിങ്ങളുടെ വാട്സപ്പിൻ്റെ നമ്പർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു പേജിനകത്ത് വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം. വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പർ വന്ന് എടുക്കും. ഇൻ കേസ് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കണക്ട് അനദർ നമ്പർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണക്ട് അനദർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, മെസ്സഞ്ചറിൽ വരുന്നതിന് കൊടുക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് മാത്രമല്ല ഇതുവഴിയും ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങളുടെ ആൾക്കാരെ കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം വാട്സപ്പാണ് കുറച്ചുകൂടി എപ്പോഴും നല്ലത്. കസ്റ്റമേഴ്സ് കൂടുതൽ ചാറ്റിങ് കാര്യങ്ങൾക്ക് വാട്സപ്പ് ആയിരിക്കട്ടെ നല്ലത്. നമുക്ക് സെയിൽസ് നടക്കാൻ സാധ്യത കൂടുതൽ വാട്സപ്പ് തന്നെയായിരിക്കും. ബിസിനസ് വാട്സപ്പ് നമ്പർ തന്നെ നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഇവിടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 100 രൂപ ഇട്ടോളാം. നിങ്ങൾക്ക് എത്ര രൂപയാണോ, നമ്മൾ തുടക്ക സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ 100 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. അതിനുശേഷം നല്ല രീതിയിലൊക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് എമൗണ്ട് കയറ്റി ഇടണം. നമുക്ക് എത്രത്തോളം ചാർജ് ചെയ്യണം അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ആളുകൾ വരുന്നതും സെയിൽസിലേക്ക് വരാൻ സാധ്യതയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് 100 രൂപ ഇട്ട് സെയിൽസിലേക്ക് പോകണം. ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 31 ഇന്നിപ്പോൾ 31 ആണ്. 31 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടൈം തന്നെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് സമയം വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ന ഡേറ്റിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡേറ്റ് സ്റ്റാർട്ടിങ് ഡേറ്റ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും കയറി വരാമെന്നുള്ളത്. ഓഡിയൻസിനകത്ത് ഇവിടെ കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ചെയ്യേണ്ട. കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഓഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതേപോലെയുള്ള ആളുകളെയോ അല്ലെങ്കിൽ അതേപോലത്തെ കസ്റ്റമേഴ്സിനാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയും പരസ്യം കൊടുക്കാം. അപ്പോൾ നിലവിൽ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തേക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതേപോലെയുള്ള ആളുകളാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കസ്റ്റം ഓഡിയൻസ് ഒന്നും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ ഓഡിയൻസ്. ഒറിജിനൽ ഓഡിയൻസിൽ നമുക്ക് അതിൻ്റെ ഏജ് എത്ര വയസ്സ് മുതലാണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം 20 വയസ്സ് തൊട്ട് 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു പാരൻ്റാണ്. ഒരു വയസ്സുള്ള 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഏജിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അതിനകത്ത് ഓൾ ജെൻഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വുമൻസ് മാത്രം, കൂടുതലും കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് ഓരോ ജെൻഡറിനും ഓരോ ആഡ് റൺ ചെയ്യണം എന്നുള്ളതാണ്. എങ്കിലാണ് ഏത് ജെൻഡറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഞാനിവിടെ പൊതുവായിട്ട് ഓൾ ജെൻഡർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വുമൻസ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഒരു വുമൺ സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. അതുപോലെ തന്നെ ലാംഗ്വേജ് ഞാൻ മലയാളം ഇംഗ്ലീഷും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ലാംഗ്വേജ് ആണുള്ളത് അതനുസരിച്ച് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്കതിപ്പോൾ ഹിന്ദിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹിന്ദിയിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദി കയറി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് ലാംഗ്വേജസിലാണ് നമ്മൾ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ലാംഗ്വേജസൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓൾ ലാംഗ്വേജസ് കൊടുത്തതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ടാവും, അവരും അത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാണോ അവർ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കേരളത്തിൽ കൂടുതൽ മലയാളം സംസാരിക്കുന്നവരാണ് എൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ മലയാളം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മൊത്തത്തിൽ നമ്മൾ ചെയ്തേക്കുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഒരു പേര്, അതായത് ആഡ് സെറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേജ് ഏതാണെന്നുള്ളത് പേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാട്സപ്പിലേക്കാണ് ഞാൻ ലീഡ് കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്ക് കൊടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ ടിക്ക് ചെയ്തെടുത്തതിന് അവിടേക്ക് നമുക്ക് മെസ്സേജസ് വരുന്നതായിരിക്കും. ഞാൻ അതിനകത്ത് അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ബഡ്ജറ്റ് എമൗണ്ട് 100 രൂപ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്യാമോ അത്രത്തോളം നമുക്ക് സെയിൽസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഓഡിയൻസിൻ്റെ ആ ഒരു ഇത് വരും. ഏകദേശം 4000 to 11K ആൾക്കാരുടെ അടുത്ത് വരെ എൻ്റെ റീച്ച് വരാൻ സാധ്യതയുണ്ട്. അതിൽ കൺവേർഷൻസ് എന്ന് പറയുന്നത് 0 to 6 ആണ്. ചെറിയൊരു എമൗണ്ട് 100 രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഒരു 500 രൂപ ഇടാണ് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ 500 ഇടാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, റീച്ചിൻ്റെ ഇത് തന്നെ മാറിയത് കണ്ടില്ലേ. 12K തൊട്ട് 34K വരെ ആളുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെയിൽസിലേക്ക് വരാൻ സാധ്യത അല്ലെങ്കിൽ മെസ്സേജസ് വരാൻ സാധ്യത 2 തൊട്ട് 15 വരെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്യണോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. ഇത്ര സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം.
ഇവിടെ നമുക്ക് ആഡ് നെയിം ജസ്റ്റ് ആഡ് നെയിം കൊടുക്കാം. നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ആഡ് സെറ്റിൻ്റെ നെയിം കൊടുക്കുക. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിൻ്റെ പേജ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കിഡ്ഡൂര എന്നുള്ളത്. ഓൾറെഡി ഫേസ്ബുക്ക് പേജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഫേസ്ബുക്ക് പേജായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു പേജിനകത്ത് ഒരെണ്ണമുള്ളപ്പോൾ കിഡ്ഡൂര എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്രിയേറ്റ് ആഡ് സെറ്റപ്പിനകത്ത് ക്രിയേറ്റ് ആഡിൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ അങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് ഉണ്ടെങ്കിൽ കരോസൽ എന്നുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ 10 ടൈപ്പ് വീഡിയോസ് ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരോസൽ പോലെ ഒരു 10 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഇമേജ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ മീഡിയ എന്നുള്ള സ്ഥലത്ത് നിലവിലുള്ള ഇവിടെ വേറെ എന്തെങ്കിലും വന്ന് കിടക്കുന്നതിന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളാം കേട്ടോ. അതിനുശേഷം മീഡിയ എന്നുള്ളത് സെറ്റപ്പ് ക്രിയേറ്റീവിൽ ആഡ് ഇമേജ് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ലോഗോ മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ കിഡ്ഡൂരയുടെ ഈ ലോഗോ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല പോസ്റ്ററും കാര്യങ്ങളൊക്കെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇമേജ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജാണ്. ജസ്റ്റ് നമുക്കിപ്പോൾ ഏതാണ് വേണ്ടത്, വീഡിയോ ആണ് വീഡിയോ ചെയ്ത് കൊടുക്കുക, ഇമേജാണ് ഇമേജ്. അപ്പോൾ ഇവിടെ ഇമേജാണ് കൊടുക്കുന്നത്, ഇമേജാണ് കൊടുക്കണം. നെക്സ്റ്റ് അടിച്ച് പോവാം. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ സൈസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചില സൈസുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചില സൈസുകൾ വർക്ക് ആവില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വേറെ സൈസുകൾ വർക്ക് ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും, അതായത് 1080 × 1080, അതായത് ഹൈറ്റും വിഡ്ത്തും ആ റേറ്റിലേക്ക് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അത് വർക്ക് ആവുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട, ഡൺ കൊടുക്കുക. ഇതിനകത്ത് ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ChatGPT വഴി ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് 1 year 8 years ബേബി ഗേൾ പാർട്ടി വെയർന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈൻ അവിടെ 50% ഓഫ് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൾക്കാർ കൂടുതലും അട്രാക്ട് ചെയ്യുന്നത് ഏത് വേർഡ്സിലാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഹെഡ്ലൈൻ കൊടുക്കാവുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. പിന്നെ കോൾ ടു ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാനാണ് വന്നേക്കണത്. അപ്പോൾ അത് സെൻഡ് ടു വാട്സപ്പ് മെസ്സേജ്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് നൗന്നോ ഓർഡർ നൗന്നോ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാൻഡിംഗ് പേജ് വെച്ചിട്ട് നമ്മുടെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്കിവിടെ കോൾ ടു ആക്ഷൻ വെക്കുക. കോൾ ടു ആക്ഷൻ വളരെ നിർബന്ധമായിട്ടൊരു കാര്യമായിട്ടാണ്. നമ്മളിപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് വന്ന രീതിയാണ്. അപ്പോൾ സെൻഡ് വാട്സപ്പ് മെസ്സേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വേറൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ നമുക്കൊരു ആഡ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ആഡ് റൺ ആവുമ്പോൾ ഇതേപോലെ ഇരിക്കും, മനസ്സിലായില്ലേ? ഫേസ്ബുക്ക് ഫീഡിനകത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ആഡ് കാണുക. ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് റൺ ആവുന്നതായിരിക്കും.